അപ്പോൾ ഇന്ന് ഞങ്ങൾ ബീഫ് വാങ്ങാനായിട്ട് പോവുകയാണ്. കൺമണി വന്നത് പ്രമാണിച്ച് നമ്മളിന്ന് സൺഡേ ആയിട്ട് ബീഫ് വാങ്ങാനാണ് പോകുന്നത്. കൺമണിക്ക് ഗ്യാസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്, ഇതൊക്കെ കൂടപ്പുറപ്പാണ്. അതുകൊണ്ട് നമ്മളത് അറിഞ്ഞ് ഹരിഷ്ടമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ബീഫ് വാങ്ങാനായിട്ട് തുറവൂരോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമ്മളെത്തിയേക്കുന്ന തുറവൂരുള്ള ബീഫ് കടയിലാണ്. അവിടെ തിരക്ക് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യം നടന്നു. 200 രൂപക്ക് നെയ്യില്ലാതെ കുറച്ച് നല്ല പീസ് തരാൻ പറഞ്ഞപ്പോൾ ചേട്ടനൊന്നും ചിരിച്ചിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ നേരെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കൺമണിക്ക് ഇളനീര് കുടിക്കണം. അങ്ങനെ കടയിൽ കയറി ഇളനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചിട്ടും തീരുന്നില്ല. നല്ല വലിയ ഇളനീരായിരുന്നു. അപ്പോൾ നല്ല വെള്ളമുള്ളത് കൊണ്ട് അവർക്ക് കുടിച്ചിട്ട് തീരുന്നില്ല. കുറച്ച് എനിക്കും തന്നു. ചേട്ടനും കൂടി കുടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള വെള്ളം ഞാൻ കുടിച്ചു. 2 സിപ്പ് വലിച്ചപ്പോഴത്തേക്കും തീർന്നു. ബാക്കിയെല്ലാം അവൾ തന്നെ കുടിച്ചു തീർത്ത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിരിക്കുന്നത്. കൺമണി ഉള്ളി അറിയാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ബീഫ് എടുത്ത് ഇങ്ങനെ കുഞ്ഞു അരിയാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബീഫ് എവിടെ മുറം ഞാൻ എവിടെയോ കണ്ടായിരുന്നു. മുറം കൊടുത്തില്ല എന്നെ പിടിച്ച് കടിക്കും. കൺമണി ഉള്ളി പൊളിച്ച് ക്ഷീണിച്ചു. ഉള്ളി പൊളിക്കലാണോ ബീഫ് അരിയലാണോ ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി എന്ന് ചോദിച്ചെന്നാൽ ബീഫ് അരിയലാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. കറക്റ്റ് കുനുകുനാന്നരിഞ്ഞ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കണം ബീഫ്. ഉള്ളിയാണെങ്കിൽ ആ തൊലി മാത്രം പൊളിച്ച് മാറ്റി വെച്ച പണി കഴിഞ്ഞു. എന്നിട്ട് ഹൂം ഹീം എന്നൊക്കെ പറഞ്ഞ് എന്നാണ് എക്സ്പ്രഷനൊക്കെ ഇട്ട് ഉള്ളി പൊളിച്ച് നടന്ന് എഴുന്നേറ്റേക്കണം. ഇത്ര എക്സ്പ്രഷൻ എന്നിട്ട് മെഴുകേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് നല്ല പ്രസവം നോക്കും നമ്മൾ. നാച്ചുറൽ പ്രസവം. ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ മറ്റേ പണ്ട് പ്രസവം എടുക്കുന്ന ടീമുണ്ടല്ലോ, വയറ്റാട്ടീനെ വിളിച്ചിട്ട് നമ്മൾ പ്രസവം എടുക്കും. നിന്നെ ചെറുകാലിൽ കണ്ടെത്തിക്കൊണ്ട് ഞാൻ പണിക്ക് വിടും നിന്നെ. അങ്ങനെ നീ പണിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നാച്ചുറൽ പ്രസവത്തിൽ നമ്മുടെ നാച്ചുറൽ ബേബി വരും. ചക്ക കുറച്ച് കത്രിക്കായ ഉണ്ട് അതിനകത്ത്, പിന്നെ മറ്റേ അച്ചിങ് അതും കട്ട് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ നമ്മുടെ അടുപ്പിലോട്ട് വന്നിരിക്കുകയാണ്. തീ പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. നമ്മൾ ഓലച്ചൂട്ടൊക്കെ വെച്ച് നല്ലോണം കത്തിച്ച് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം. വിറയിൽ അങ്ങോട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏത് വിറവ് വെച്ച് കൊടുത്താലും ഫ്രഷായിട്ട് കത്തും. കൺമണി കുണുകുണ വെച്ച് വരുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ കൺമണിക്ക് വിറകിൽ തന്നെ ബീഫ് വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസിലേ വെക്കുള്ളായിരുന്നു. കാരണം സമയം കുറച്ച് അധികമായിപ്പോയി. ഇപ്പം തന്നെ 1 മണി ആയിട്ടുണ്ട്. കത്താൻ നല്ല പാടുള്ള വിറകാണ്. ഇതല്ല, ഇതിനപ്പുറത്തെ വിറക് ഞാൻ കത്തിക്കും. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഉള്ളി എടുക്കാം. അതൊന്ന് അരുന്ത് വേപ്പിലൊക്കെ പറിച്ചെടുത്താ അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് വേപ്പില കടുകാണ് എടുത്തോ? എടുത്തില്ല. കടുക് വിതറി കൊടുക്കുക. കടുക് പൊട്ടാൻ തുടങ്ങിയില്ല. നല്ല ഫ്രഷ് നരുന്ത് വേപ്പിലുണ്ട്. അങ്ങനെ അങ്ങോട്ട് എടുക്കുക. എൻ്റെ ഇരിപ്പിടം അമ്മേ.
കടുക് ഇങ്ങനെ കിടാന്ന് പൊട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കാം. പൂണെടുത്താ തവിയെടുത്താ? ആ മറ്റേ മരത്തിന്റെ തവി എടുക്ക്. മരത്തിന്റെ ഇതേ സൈഡിൽ കിടക്കണ്. വേപ്പില ഇട്ട് കൊടുത്ത്. ആഹാ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ കൂട്ട്. ഗൈസ്, കൺമണി രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉള്ളിക്കൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സ് നമ്മൾ ചേർക്കുകയാണ്. തീയൊക്കെ നല്ല പടച്ചായിട്ട് കത്തിയാനുണ്ട്. ഓടിക്കോ. നല്ല തീയാണ് ഗൈസ്, പെട്ടെന്ന് ഇത് വാടി കിട്ടും. അങ്ങനെ നമുക്കൊരു വിറക് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കൺമണി പറഞ്ഞത് ഇനി വിറക് വെക്കണ്ടെന്നാണ് ഗൈസ്. മാറ്റിയേക്കാം. ഭാര്യ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഇനി ഭാര്യക്ക് ദേഷ്യം വരും. ഇടല്ലേ? സംഭവം നമ്മളിതിൽ പെട്ടെന്നാവും. നല്ല തീയായതുകൊണ്ട്, ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് സവാളയും ഉള്ളിയൊക്കെ വഴണ്ട് നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഒന്നുകൂടി വാട്ടിയിട്ട് നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കൺമൂനൊന്നും പറയാനല്ലേ? കൺമൂ കണ്ടോണ്ടിരിക്കാൻ തന്നെ. ഒരു സ്പൂൺ ഇടാല്ലേ? ഒരു സ്പൂണ് മുളക് പൊടി. വെള്ളം എടുത്താ? വെള്ളം അതിനകത്തുണ്ടല്ലേ? കുരുമുളക് പൊടി പിന്നിട്ടാ പോരെ? ബീഫ് മസാല. അന്നൊരു ദിവസം മുളക് പൊടി താഴെ പോയതാണ് ഗൈസ്. അതിന് തന്നെ ഇപ്പം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരും വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ എസ്കേപ്പ് അടിച്ചു. ഇന്നത് പറ്റില്ല. ഗൈസ്, കൺമണിയുടെ ചെറിയൊരു പൊടിക്കൈ ബീഫിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ചിരിക്കുകയാണ്. കേട്ടോ ഗായ്സ്, നല്ല കിടിലൻ ഗ്രേവി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗ്രേവിയാണ്. നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഭാഗ്യമില്ലാത്തൊരു കഷ്ണം ബീഫ് ചാടി താഴെ പോയിട്ടുണ്ട് ഗൈസ്. ആഹാ, അത് ഏത് ഇതിൽ പെടുന്നത്? വെള്ളം കുറച്ചും കൂടി വേണം. വേണ്ടല്ലേ? കുറച്ച് വെള്ളം കൂടി ആ കുക്കറിൽ ഇടുക. വൈകുന്നേരം കപ്പയുടെ കൊടുത്ത് കൂട്ടണ്ടേ? ഗായ്സ്, അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവട്ടെ. നമ്മൾ അടച്ചു വെക്കുകയാണ് തൽക്കാലത്തേക്ക്.
തീയൊക്കെ ഒന്നുകൂടി സെറ്റാക്കിയിട്ട് പൊളി ടേസ്റ്റ് ആണെന്നും പറയാനില്ല. വെറൈറ്റി ഡിഷായ ബീഫ് ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തീയൊക്കെ നല്ല ആളി കത്തുന്നുണ്ട്. ഒരു 10-15 മിനിറ്റിൽ സാധനം ഗുമ്മായി കിട്ടും. രക്ഷയില്ല. ഒരു രക്ഷയില്ല, പൊളി സാധനം. ഗൈസ്, നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളിതും കൂട്ടി സ്വാദിഷ്ടമായ ചോറുണ്ണാൻ പോവാണ്. മണം അടിച്ചിട്ട് തന്നെ കൊതി വരുന്നുണ്ട്. കൺമണി കൊതി കൊണ്ട് നേരത്തെ തൊട്ട് അടുക്കളയിൽ നിന്നൊട്ട് കോരി തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സൂപ്പറായിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഗ്രേവി കൊണ്ട് നമുക്ക് ഇന്ന് ചോറ് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.